അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ളവരെ, നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാത്ത, അല്ലെങ്കിൽ അത്രത്തോളം ഗൗരവമായി എടുക്കാത്ത, നമ്മളിൽ പലരും ഗൗരവമായി എടുക്കാത്ത ഒരു വിഷയമാണ് നമ്മളുടെ സുന്നത്ത് നമസ്കാരങ്ങളിൽ പെട്ട റവാത്തിബ് സുന്നത്തുകൾ. റവാത്തിബ് സുന്നത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഫർദ് നമസ്കാരങ്ങളോട് ചേർത്തുകൊണ്ട് നമ്മൾ നിർവഹിച്ചു വരുന്ന, ഫർദ് നമസ്കാരങ്ങൾക്ക് മുൻപും ശേഷവും ഒക്കെയായി നിർവഹിച്ചു വരുന്ന ഈ 2 റക്അത്ത് വീതമുള്ള സുന്നത്ത് നമസ്കാരങ്ങളാണ് റവാത്തിബ് സുന്നത്തുകൾ എന്ന് വിളിക്കപ്പെടുന്നത്. ഇതിന് വളരെ വലിയ പ്രാധാന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ, ഒരിക്കല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, മാ മിൻ അബ്ദിൻ മുസ്ലിമിൻ യുസല്ലി ലില്ലാഹി കുല്ല യൗമിൻ 12 റക്അത്തൻ തതവ്വുഅൻ ഗൈറ ഫരീദ ഇല്ലാ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. മുസ്ലിമീങ്ങളിൽ ആരെങ്കിലും ഒരു ദിവസം ഫർദ് നമസ്കാരങ്ങൾക്ക് അപ്പുറമായിക്കൊണ്ട്, ഫർദ് നമസ്കാരങ്ങളല്ലാത്ത 12 റക്അത്ത് നമസ്കാരം അള്ളാഹുവിന് വേണ്ടി നമസ്കരിച്ചു കഴിഞ്ഞാൽ അവന് അള്ളാഹു സ്വർഗത്തിൽ ഒരു ഭവനം നിർമ്മിച്ച് കൊടുക്കാതെ ഇരിക്കുകയില്ല എന്ന്. വളരെ ഗൗരവമുള്ള വിഷയമാണ്. മറ്റൊരു ഹദീസിൽ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുകയുണ്ടായി, 10 റക്അത്ത് നമസ്കാരങ്ങൾ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഹിഫ്ള് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത്, ളുഹറിന് മുമ്പുള്ള 2 റക്അത്ത്, ശേഷമുള്ള 2 റക്അത്ത്, മഗ്രിബിന് ശേഷമുള്ള 2 റക്അത്ത്, ഇശാക്ക് ശേഷമുള്ള 2 റക്അത്ത്, ഫജ്റിന് മുമ്പുള്ള 2 റക്അത്ത് എന്നിങ്ങനെ പറയുകയുണ്ടായി. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും വന്നിട്ടുള്ള റിവായത്തുകൾ നമുക്ക് കാണാൻ കഴിയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചിരുന്ന റവാത്തിബ് നമസ്കാരങ്ങൾ 12 റക്അത്തുകളായിരുന്നു ഒരു ദിവസം ഉണ്ടായിരുന്നത് എന്ന്. അത് ളുഹറിന് മുമ്പ് 4 റക്അത്ത്, ഈ 2 റക്അത്ത് വീതമുള്ള 4 റക്അത്ത്, ളുഹറിന് ശേഷം 2 റക്അത്ത്, മഗ്രിബിന് ശേഷം 2 റക്അത്ത്, ഇശാക്ക് ശേഷം 2 റക്അത്ത്, ഫജ്റിന് മുമ്പ് 2 റക്അത്ത്. ഇങ്ങനെയുള്ള 12 റക്അത്തുകളെ കുറിച്ചാണ് ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പറഞ്ഞു തരുന്നത്. എന്തായാലും ശരി, നമുക്ക് 12 റക്അത്ത് ഏതായാലും ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും നമുക്ക് വളരെ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള ഈ റിവായത്തുകൾ ഉണ്ടായിരിക്കെ പിന്നെ നമുക്ക് അതിന് കൺഫ്യൂഷന്റെ ആവശ്യം വരുന്നില്ല. അല്ലാഹു അഅലം 12 റക്അത്ത് എന്ന് നമ്മൾ വിചാരിക്കുക. പക്ഷെ വിഷയത്തിന്റെ മർമ്മം എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും ഈ നമസ്കാരങ്ങൾ, റവാത്തിബ് സുന്നത്തുകൾ പലപ്പോഴും വേണ്ടത്ര പ്രാധാന്യത്തോടു കൂടി കാണാറില്ല എന്നുള്ളതാണ് സത്യം. പള്ളിയിൽ പോവുകയാണെങ്കിൽ പോലും ഒരു 5 മിനിറ്റ് നേരത്തെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നേരത്തെ പോയി കഴിഞ്ഞാൽ, ളുഹർ നമസ്കാരത്തിന് ഒരു 10 മിനിറ്റ് നേരത്തെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 4 റക്അത്ത് നമുക്ക് റവാത്തിബ് സുന്നത്ത് നമസ്കരിക്കാൻ കഴിയും, ഈ 2 റക്അത്ത് വീതം. അതേപോലെ തന്നെ നമസ്കാര ശേഷം ഉടനെ എഴുന്നേറ്റ് പോരാതെ ഒരു 3-4 മിനിറ്റോ കൂടി അവിടെ ഇരിക്കുകയാണെങ്കിൽ, നമ്മുടെ ദുആ ചെയ്തതിനു ശേഷം നമുക്ക് പിന്നെ ഒരു 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചിട്ട്, റവാത്തിബ് സുന്നത്ത് നമസ്കരിച്ചിട്ട് നമുക്ക് എഴുന്നേറ്റ് പോരാൻ കഴിയും. ഫജ്റിന് മുമ്പുള്ള സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റവാത്തിബ് സുന്നത്തുകളിൽ വെച്ച്, അതല്ലെങ്കിൽ പൊതുവെയുള്ള സുന്നത്തുകളിൽ വെച്ച്, ഫർദ് നമസ്കാരങ്ങൾ ഒഴികെയുള്ള മറ്റു ഐച്ഛിക നമസ്കാരങ്ങളിൽ വെച്ച് ഇത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രദ്ധയോടുകൂടി നിർവഹിച്ചിരുന്ന മറ്റൊരു ഐച്ഛിക നമസ്കാരം ഇല്ലായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഫജ്റിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം
ഈ ഫജറിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുന്നത്, ഈ 2 റക്അത്ത് എന്ന് പറയുന്നത് ഭൂമിയും അതിലുള്ളതിനേക്കാളും നിങ്ങൾക്ക് ഗുണപ്പെട്ടതാണ് ഈ 2 റക്അത്ത് നമസ്കാരം എന്ന് പറയുന്നത് എന്ന്. ഇതിന്റെ സമയം എന്ന് പറയുന്നത് ഫജ്ർ ബാങ്ക് വിളിച്ചതിന് ശേഷം ഇഖാമത്തിന്റെയും ബാങ്കിന്റെയും ഇടയിലുള്ള 2 റക്അത്ത് നമസ്കരിക്കുവാനുള്ള സമയമാണ്. ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ കാഫിറൂനും, രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസുമാണ് പാരായണം ചെയ്യേണ്ടുന്നത്. ഇതേ രൂപം തന്നെയാണ് മഗ്രിബ് നമസ്കാരത്തിന് ശേഷമുള്ള 2 റക്അത്ത് റവാത്തിബ് നമസ്കാരത്തിലും സുന്നത്ത് നമസ്കാരത്തിലും നമ്മൾ അവലംബിക്കേണ്ടുന്നത്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഫജ്റിന് മുമ്പുള്ള 2 റക്അത്ത് റവാത്തിബ് നമസ്കാരത്തെ കുറിച്ച്, ഒരു കുതിരപ്പട തന്നെ നിങ്ങളെ ആക്രമിക്കുവാൻ വരുന്നുണ്ടെങ്കിൽ പോലും ഈ 2 റക്അത്ത് നമസ്കാരം നിങ്ങൾ ഒഴിവാക്കരുത് എന്ന് അത്രത്തോളം പ്രാധാന്യമായിക്കൊണ്ട് നമുക്ക് പറഞ്ഞു തന്ന 2 റക്അത്ത് നമസ്കാരമാണ് ഫജ്റിന് മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രകളുടെ സമയങ്ങളിൽ പോലും, അതായത് ജംഉം ഖസ്റും ഒക്കെ ആക്കി നമസ്കരിക്കാറുണ്ടായിരുന്ന ഫർദ് നമസ്കാരങ്ങൾ ജംഉം ഖസ്റും ഒക്കെ ആക്കി നമസ്കരിക്കാറുണ്ടായിരുന്ന യാത്രകളിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒഴിവാക്കാതിരുന്ന ഐച്ഛിക നമസ്കാരങ്ങളായിരുന്നു ഫജ്റിന് മുമ്പുള്ള 2 റക്അത്ത് റവാത്തിബ് സുന്നത്തും അതേപോലെ വിത്ർ നമസ്കാരവും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കാറുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മളൊക്കെ പ്രവാസികളാണ് പലരും. അപ്പൊ നമ്മളുടെയൊക്കെ യാത്രകളിലും നമ്മൾ ഫജ്റൊക്കെ പലപ്പോഴും യാത്രക്ക് ഇടയിലായിരിക്കും നമ്മൾ നമസ്കരിക്കാറുണ്ടാകുക. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഈ 2 റക്അത്ത് നമസ്കാരം നമ്മൾ ഒഴിവാക്കരുത്. അത് നമ്മൾ ഒരു നിർബന്ധ ബുദ്ധിയോട് കൂടി തന്നെ നമ്മൾ നിർവഹിക്കാൻ ശ്രമിക്കുക. ഇനി ഈ ഫജ്റിന്റെ മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരത്തിൽ നമുക്ക് സംഭവിക്കുന്ന ചില അബദ്ധങ്ങളുണ്ട്. അപ്പൊ നമ്മൾ പള്ളിയിലൊക്കെ പോണ ആളുകള്, പുരുഷന്മാര് പള്ളിയിൽ പോകുമല്ലോ ഫജ്റിന്. പള്ളിയിൽ പോകുമ്പോൾ നമ്മൾക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച, പലപ്പോഴും ഇവിടെ ഗൾഫിലൊക്കെ പ്രത്യേകിച്ച് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച, ഇമാമ് കൈ കെട്ടാൻ അങ്ങോട്ട് പോവാണ്. ചിലപ്പോൾ ഇഖാമത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇഖാമത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്ത് പള്ളിയിലേക്ക് കയറി വരുന്ന ആള് പെട്ടെന്ന് തന്നെ ബാക്കിൽ നിന്നുകൊണ്ട് 2 റക്അത്ത് നമസ്കരിക്കാൻ തുനിയുന്നത് കാണാം. ഈ മനുഷ്യൻക്ക് അറിയാം ഇമാം ഇപ്പോ ഫർദ് നമസ്കാരം ജമാഅത്ത് തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. പ്രിയമുള്ളവർ, നമ്മളൊരു കാര്യം ആലോചിക്കണം. ഫജ്റിന് മുമ്പുള്ള 2 റക്അത്തിന്റെ പ്രാധാന്യമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഫജ്റിന്റെ പ്രാധാന്യം എന്തായിരിക്കും? അപ്പോ ഈ ഫജ്റിന് മുമ്പുള്ള 2 റക്അത്തിന് പ്രാധാന്യം ഉണ്ട് എന്നത് ശരിയായിരിക്കെ തന്നെ നമ്മൾ ഫജ്റിനെ പിന്തിക്കാൻ പാടില്ലല്ലോ. ഫജ്ർ അവിടെ ജമാഅത്ത് നമസ്കാരം, ഫർദായ നമസ്കാരം അവിടെ ജമാഅത്ത് തുടങ്ങുന്നു. നമ്മളത് കണ്ടുകൊണ്ട് ആ ഫർദിനെ പിന്തിച്ചുകൊണ്ടുള്ള ഒരു സുന്നത്ത് നമസ്കാരത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യരുത്? പോകാൻ പാടില്ല. നമ്മൾ അതിനു മുമ്പേ തന്നെ പള്ളിയിലെത്തി നമ്മൾ ആ 2 റക്അത്ത് നമസ്കരിക്കുക. ഏറ്റവും ഉത്തമമായ രൂപം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അനുസരിച്ചിട്ടാണെങ്കിൽ, നമുക്ക് സൗകര്യമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാനുള്ളത്. ഇപ്പോൾ ഗൾഫിലുള്ള പ്രവാസികൾക്കൊക്കെ ചിലപ്പോൾ പലപ്പോഴും അത് സാധിച്ചെന്ന് വരില്ല, ഷെയറിംഗ് അക്കോമഡേഷനിലൊക്കെ താമസിക്കുമ്പോൾ. പക്ഷെ സൗകര്യമുള്ളവർ ചെയ്യേണ്ടുന്ന കാര്യം എന്താണ്? പള്ളി അടുത്താണ് എന്നിരിക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ഒതു എടുത്ത് ബാങ്ക് വിളിച്ചതിന് ശേഷം ഉടനെ തന്നെ 2 റക്അത്ത് ഈ സുന്നത്ത് നമസ്കാരം വീട്ടിൽ നിന്നും അല്ലെങ്കിൽ അവരവരുടെ ഫ്ലാറ്റിൽ നിന്നും നമസ്കരിച്ചതിന് ശേഷം പള്ളിയിലേക്ക് പോവുക. എന്നിട്ട് പള്ളിയിൽ എത്തിക്കഴിഞ്ഞ് നമസ്കരിക്കാൻ സമയമുണ്ടെങ്കിൽ പള്ളിയിൽ വെച്ച് തഹിയ്യത്തിന്റെ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ച് നമ്മൾ ജമാഅത്തിലേക്ക് പ്രവേശിക്കുക. പക്ഷെ ആ തഹിയ്യത്ത് നമസ്കരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്താണ്? അത് ഒരിക്കലും തന്നെ നമ്മുടെ ഫജ്ർ നമസ്കാരത്തിൽ ജമാഅത്തിലേക്ക് ചേരുന്നതിനെ പിന്തിപ്പിക്കുന്ന രൂപത്തിലായിരിക്കരുത്. ഇനി സ്ഥിരമായിട്ട് ഒരാള് ഫജ്ർ നമസ്കാരത്തിന് മുമ്പുള്ള റവാത്തിബ് സുന്നത്ത് നമസ്കാരം നിർവഹിക്കുന്ന ഒരാളാണ്. ആകസ്മികമായി
അബദ്ധവശാലോ ഉറങ്ങിപ്പോയതിന്റെ പേരിലോ മറ്റെന്തെങ്കിലും ഒരു കാരണത്തിന്റെ പേരിലോ അയാൾക്ക് ഒരു ദിവസം ആ ജമാഅത്തിന് മുമ്പായിക്കൊണ്ട് ഫജ്റിന് മുമ്പുള്ള 2 റക്അത്ത് റവാത്തിബ് നമസ്കാരം നമസ്കരിക്കാൻ സമയം കിട്ടിയില്ല. മൂപ്പര് പള്ളിയിലേക്ക് എത്തിയപ്പോഴേക്കും നമസ്കാരം തുടങ്ങി. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് നമസ്കരിച്ച് ഇറങ്ങിയാൽ ജമാഅത്ത് വൈകും എന്നുള്ള പേടിയിൽ വേഗം പള്ളിയിലേക്ക് പോയി. അങ്ങനെയുള്ള ആൾക്ക് എന്ത് ചെയ്യാം? നമുക്ക് പണ്ഡിതന്മാരുടെ ചര്യയുണ്ട്. അങ്ങനെ അബദ്ധവശാൽ എപ്പോഴെങ്കിലും അത്തരത്തിലൊരു ഒരു ഒരു നമ്മളുടെ അങ്ങനെ സംഭവിച്ചു പോയി, ഉറക്കം കൊണ്ടോ മറ്റേതെങ്കിലും കാരണത്താൽ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ആ ഫജ്ർ നമസ്കാരത്തിന് ശേഷം ഈ 2 റക്അത്ത് നമസ്കാരം അയാൾക്ക് നിർവഹിക്കാവുന്നതാണ്. അള്ളാഹു സ്വീകരിക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്കിത് ചെയ്യാം. പക്ഷെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ആ ഫർദ് നമസ്കാരത്തിന്റെ ജമാഅത്ത് നമ്മൾ പിന്തിപ്പിച്ചുകൊണ്ടുള്ള ഒരു സുന്നത്ത് നമസ്കാരത്തിന്റെ രൂപത്തിലേക്ക് നമ്മൾ പോകരുത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരികയാണ്, ഒരാള് ഈ ഒരു 12 റക്അത്ത് നമസ്കാരം ഫർദ് നമസ്കാരങ്ങൾക്ക് അപ്പുറമായിക്കൊണ്ട് ഫർദ് നമസ്കാരങ്ങളല്ലാത്ത ഈ ഐച്ഛിക നമസ്കാരങ്ങളിൽപ്പെട്ട റവാത്തിബ് സുന്നത്തുകളിൽപ്പെട്ട ഈ ഒരു 12 റക്അത്ത് നമസ്കാരം ഒരാൾ ഒരു ദിവസം നിർവഹിക്കുകയാണെങ്കിൽ ആ ആൾക്ക് ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അള്ളാഹു ആ ഒരു ആൾക്ക് സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിച്ച് നൽകുന്നതായിരിക്കും എന്ന്. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. ഒരു 25 30 വയസ്സുള്ള ഒരാളായിരിക്കുമല്ലോ ഈ ദുനിയാവിൽ ഒരു വീടിന് വേണ്ടി ആഗ്രഹിക്കുക, ഒരു താല്പര്യം തോന്നുകയും അതിനുവേണ്ടി പരിശ്രമിച്ചു തുടങ്ങുന്ന ഒരു പ്രായം എന്ന് പറയുന്നത്, ഒരു മനുഷ്യന്റെ പ്രായം എന്ന് പറയുന്നത് ഏകദേശം ഒരു 30 വയസ്സിനോട് അടുക്കുന്ന സമയത്തായിരിക്കും ഒരു വീടിന് വേണ്ടിക്കൊണ്ടുള്ള ഒരാളുടെ പ്രയത്നം തുടങ്ങുന്നത്. ആ വീട് ചിലപ്പോൾ പൂർത്തിയാകുന്നത് ഒരു 40 വയസ്സിലോ അല്ലെങ്കിൽ ഒരു 45 വയസ്സിലോ ഒക്കെ ആയിരിക്കും. മക്കളൊക്കെ ഏകദേശം ഒരു പ്രായത്തിലൊക്കെ എത്തുന്ന സമയത്തായിരിക്കും ഒരു മനുഷ്യന്റെ ആ ഒരു വീടെന്ന സ്വപ്നം പൂവണിയുന്നത്. പിന്നീട് ആ മനുഷ്യനിക്ക് ലഭിക്കുന്ന ആയുസ് എന്ന് പറഞ്ഞാല് ഒരു ആരോഗ്യത്തോടു കൂടിയുള്ള ആയുസാണെങ്കിൽ ഒരു 20 കൊല്ലം 25 കൊല്ലം. അതിനുശേഷം രോഗാവസ്ഥയിൽ അള്ളാഹു ആയുസ് നീട്ടിക്കൊടുക്കുകയാണെങ്കിൽ ആരോഗ്യം ശോഷിച്ചു പോകുന്ന രൂപത്തിലുള്ള ഒരു ആയുസ് ചിലപ്പോൾ ഏറിക്കഴിഞ്ഞാൽ ഒരു 20-25 കൊല്ലം കൂടി കിട്ടും മാക്സിമം. ഇനിയിപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഇവിടെ സാധാരണ ഒരു 60-70 എന്നുള്ള രൂപത്തിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിച്ചാൽ തന്നെ ഏകദേശം ഒരു 80-85 ഒക്കെ നമ്മൾ കൂട്ടാം. എന്നാലും ആ ഒരു മനുഷ്യർക്ക് ഏറിപ്പോയി കഴിഞ്ഞാൽ ഒരു വീട് വെച്ചതിന് ശേഷം ഇവിടെ ലഭിക്കുന്ന ഒരു ആയുസ് എന്ന് പറയുന്നത് 40 വർഷമാണ്. അങ്ങനെ ഇരിക്കെ ഈ ഇത്തരത്തിൽ ഒരു വീട് ആഗ്രഹിച്ച് നടക്കുന്ന ഒരാളോട് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു പ്രമാണിയായ ധനാഢ്യനായ വാക്ക് പറഞ്ഞാൽ തെറ്റിക്കാത്ത ഒരാള് പബ്ലിക്കായിട്ട് പറയാണ്, നീ എന്നെ എന്റെ വീട്ടിൽ 5 തവണ വന്ന് കണ്ടാൽ, അല്ലെങ്കിൽ നീ എനിക്ക് ഒരു ദിവസം 5 തവണ മുടങ്ങാതെ ഫോൺ ചെയ്താൽ, ഇന്ന സമയത്ത് എന്നെ മുടങ്ങാതെ ഫോൺ ചെയ്യുകയാണെങ്കിൽ 1 കൊല്ലം കൊണ്ട് നിനക്ക് ഇത്തരത്തിൽ നീ പ്രവർത്തിക്കുകയാണെങ്കിൽ 1 കൊല്ലത്തിന് ശേഷം നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരും? ഒരു വീട് വെച്ച് തരും എന്ന് പറഞ്ഞാൽ നമ്മൾ 5-ന് പകരം 10 തവണ ഫോൺ ചെയ്യാനും റെഡി ആവൂലേ? ഒന്ന് ആലോചിച്ച് നോക്കണം. നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ക്ഷണികമായ ദുനിയാവിലെ ഒരു വീടിന് വേണ്ടിക്കൊണ്ട് നമ്മളത് ചെയ്യൂലേ? ഉറപ്പല്ലേ? യാതൊരു സംശയമില്ല. കാരണം ധനാഢ്യനായ പ്രമാണിയായ വാക്ക് പറഞ്ഞാൽ തെറ്റിക്കാത്ത, അങ്ങനെ നമുക്ക് വാക്ക് പറഞ്ഞാൽ തെറ്റിക്കുമെന്ന് നമുക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത, അയാൾ ഏത് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലും പാലിച്ചിട്ടുണ്ട്, വളരെ വളരെ മാന്യനായ ഒരു വ്യക്തി, അതും പബ്ലിക് ആയിക്കൊണ്ട് നമ്മളോട് അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ സംശയം? അയാൾ അത് ചെയ്തു തരുമല്ലോ. ആ ഒരു ഉറപ്പ് എന്തേ നമുക്ക് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടും നമുക്ക് ആ ഒരു ഗൗരവം ഇല്ലാതെ പോയി? നമുക്ക് നിർമ്മിച്ചു തരാമെന്ന് പറഞ്ഞ വീട് എവിടേക്കുള്ള വീടാണ്? നാളെ മഹ്ശറയിൽ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹുവിന്റെ ശാശ്വതമായ ഉന്നതമായ സ്വർഗത്തിൽ ഒരു വീട് എന്ന് പറയുമ്പോൾ അത് എപ്രകാരമുള്ള വീടായിരിക്കും? നമുക്ക് ചിന്തിക്കാൻ കഴിയോ? ഇങ്ങനെയുള്ള ഒരു വീട് ശാശ്വതമായ നാളെയുടെ നമ്മുടെ ജീവിതത്തിൽ, ആഖിറത്തിൽ, അതും സ്വർഗത്തിൽ നമുക്ക് ലഭിക്കുവാൻ കാരണമാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പോലും ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ലാത്ത,
അള്ളാഹുവിന്റെ വഹീ ലഭിച്ചുകൊണ്ടല്ലാതെ സംസാരിച്ചിട്ടില്ലാത്ത, ഇതൊക്കെ നമുക്കറിയാവുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരാണ്, ഈ 12 റക്അത്ത് നമസ്കാരം നിങ്ങൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരു വീട് അള്ളാഹു നിർമ്മിച്ച് നൽകുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് എന്തേ നമുക്ക്, ഞാനടക്കമുള്ള നമുക്ക് ആ കാര്യത്തിൽ ഒരു 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 നിർബന്ധ ബുദ്ധിയാൽ നമ്മൾ അത് ചെയ്യാതെ പോകുന്നു, അല്ലെങ്കിൽ നമുക്ക് അതിനോടൊരു വിമുഖത, ഒരു അലസത. ഇപ്പോ സുന്നത്ത് നിസ്കാരം പിന്നോക്കാം, വെറുതെ ഇരുന്ന് നമ്മൾ സമയം കളഞ്ഞ്, സംസാരിച്ചിരുന്ന് സമയം കളഞ്ഞിട്ട് പോലും നമ്മൾ റവാത്തിബ് സുന്നത്ത് നമ്മൾ ഒഴിവാക്കി കളഞ്ഞിട്ടുണ്ട്. നമ്മളൊരു 5 മിനിറ്റ് നേരത്തെ പള്ളിയിൽ എത്താമായിരുന്ന സമയത്ത് പോലും നമ്മൾ അവിടെ ഇവിടെ നോക്കിയിരുന്ന്, മൊബൈൽ നോക്കിയിരുന്ന്, അല്ലെങ്കിൽ അത്യാവശ്യമല്ലാത്ത ഒരു സമയത്ത് ഒരു കാര്യത്തിൽ മുഴുകിക്കൊണ്ട് നമ്മൾ റവാത്തിബ് സുന്നത്തുകൾ ഒഴിവാക്കി കളയുന്ന രൂപങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. അള്ളാഹു പുറത്തു തരട്ടെ. അപ്പോ ഇനി മുതൽ നമുക്കത് ഉണ്ടായിക്കൂടാ. നമ്മൾ ഇനി മുതൽ ളുഹറിന് മുമ്പ് 4 റക്അത്ത്, ളുഹറിന് ശേഷം 2 റക്അത്ത്, മഗ്രിബിന് ശേഷം 2 റക്അത്ത്, ഇശാക്ക് ശേഷം 2 റക്അത്ത്, ഫജ്റിന് മുമ്പുള്ള 2 റക്അത്ത്, ഇത് നമ്മൾ പ്രാവർത്തികമാക്കുക. പറ്റാവുന്നിടത്തോളം നമ്മൾ അത് ഒഴിവാക്കാതിരിക്കാൻ ശ്രമിക്കുക. സുന്നത്തല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കാനുള്ളതല്ല. നമ്മളും സ്വഹാബാക്കളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? നമുക്കെന്താണ്, അത് സുന്നത്തല്ലേ, ഈ സുന്നത്തല്ലേ എന്നുള്ള ഒരു ചിന്ത നമുക്ക് ഒരു കാര്യം ഒഴിവാക്കാനുള്ള ഒരു കാരണമാണ്. അതിപ്പോ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും അത് സുന്നത്തല്ലേ എന്ന് പറയുന്നത്. നേരെ മറിച്ച് സ്വഹാബാക്കൾ എങ്ങനെയായിരുന്നു അറിയോ? അത് സുന്നത്താണല്ലോ, അത് അവർക്ക് എടുക്കാനുള്ളൊരു കാരണമായിരുന്നു, അവർക്കത് പ്രാവർത്തികമാക്കാനുള്ളൊരു കാരണമായിരുന്നു സുന്നത്ത് എന്നുള്ളത്. നേരെ മറിച്ച് നമുക്ക് ഒരു കാര്യം ചെയ്യാതിരിക്കാനുള്ള ഒരു കാരണമാണെന്ത്? സുന്നത്ത് എന്നുള്ളത്. അതാണ് ഹുബ്ബുർ റസൂൽ. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുന്ന ഹുബ്ബുർ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണല്ലോ അത് ചെയ്യണമല്ലോ എന്നുള്ള നിർബന്ധ ബുദ്ധി ആയിരിക്കണം നമുക്ക് വേണ്ടത്. അതല്ലാതെ അത് സുന്നത്തല്ലേ എന്നുള്ള രൂപത്തിൽ ഒഴിവാക്കി കളയുവാനുള്ള ഒരു കാരണമായിക്കൊണ്ട് സുന്നത്തിനെ നമ്മൾ സമീപിക്കരുത്. അള്ളാഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ മുറുകെ പിടിച്ച് ജീവിക്കുന്ന യഥാർത്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ നമസ്കാരം സമയത്ത് നിർവഹിക്കുന്ന, ഐച്ഛിക നമസ്കാരങ്ങളിൽ പറ്റുന്ന അധിക നമസ്കാരങ്ങൾ നിർവഹിച്ചുകൊണ്ട് നാളെ അള്ളാഹുവിന്റെ സമക്ഷത്തിൽ ഉന്നതമായ ദർജകളും സ്വർഗത്തിൽ ഭവനം നിർമ്മിച്ച് നൽകപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിലും ഒക്കെയും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.